നമ്മളുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡയബറ്റിക്സ് രോഗികൾ ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്നാണ്. അപ്പോൾ ഇതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുകയും ഇതിൽ നിന്ന് നമ്മുടെ ജനങ്ങളെ പരമാവധി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചേ മതിയാണ്. ഡയബറ്റിക്സിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒന്നും ഇന്ന് ആരോടും പറയേണ്ടതില്ല. ആ രോഗവും ആ രോഗത്തെ തുടർന്നു വരുന്ന അതിൻ്റെ അനന്തരഫലങ്ങളും അതിനുവേണ്ടി കഴിക്കുന്ന മരുന്നുകളുടെ റിയാക്ഷൻ, ഇതൊക്കെ മനുഷ്യനെ ഏറ്റവും അധികം അലട്ടുന്ന ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം ഈ രോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം, രോഗം വന്നാൽ സ്വീകരിക്കേണ്ട നടപടികൾ, മരുന്ന് മാത്രമല്ല, മരുന്നിനോടൊപ്പം തന്നെ പ്രത്യേക ആഹാര രീതികളും വ്യായാമവുമൊക്കെ ആവശ്യമാണ്. മരുന്ന് കൊണ്ടും വ്യായാമം കൊണ്ടും ഭക്ഷണ രീതി കൊണ്ടും ഈ രോഗത്തെ നമുക്ക് മാറ്റിയെടുക്കുന്നത് വളരെ ചുരുക്കമാണെങ്കിലും അതിനെ മറികടന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും ആ വിധത്തിലുള്ള ശ്രദ്ധ നമ്മുടെ പലരും കാട്ടത്തില്ല. അതിൻ്റെതായ ഭവിഷ്യത്തുകൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഏതായിരുന്നാലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സ് അത് വളരെ നിർണായകമായ പങ്ക് ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് പ്രയോജനകരമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഈ അവസരത്തിൽ ദീർഘമായ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. ആരോഗ്യരംഗത്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഇനിയും നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ ജനങ്ങളെ ഏറ്റവും അധികം അലട്ടുന്ന പ്രശ്നവും അതാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ കാര്യത്തിൽ മറ്റ് സാമൂഹ്യ മുന്നേറ്റങ്ങളുടെ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ മുന്നിലാണ്. ആരോഗ്യരംഗത്തും ഞാൻ പിന്നിലാന്ന് പറയത്തില്ല. ലോകത്തെവിടെ കിട്ടുന്ന ചികിത്സയും നമ്മുടെ ഈ കേരളത്തിലും ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് മുഴുവൻ ജനങ്ങൾക്കും ലഭ്യമാകുന്നില്ല. കാരണം വളരെ ചെലവ് കൂടിയ ചികിത്സയാണ്. പല രോഗങ്ങൾക്കും ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ചെലവുകളാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പരമാവധി ജനങ്ങൾക്ക് ആശ്വാസകരമായ നടപടികളുമായി മുമ്പോട്ട് വരണം എന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ആശാ വർക്കേഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അവരെ ഇതിനു മുമ്പ് പലപ്പോഴും അലവൻസ് കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച നടന്നിട്ടുണ്ട്. എങ്കിലും അത് പ്രായോഗികമായില്ല. 6 കൊല്ലങ്ങൾക്ക് മുമ്പ് അവർക്ക് ഒരു ഫെസ്റ്റിവൽ അലവൻസ് ഗവൺമെൻറ്റിൽ നിന്ന് കൊടുത്തിരുന്നു. അതായിരുന്നു അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയ ഒരു അംഗീകാരം. അതല്ല, തുടർന്ന് മാസം തോറും അവരുടെ ഒരു അലവൻസ് വേണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇന്ന് കൂടിയ ക്യാബിനറ്റ് മാസം തോറും 500 രൂപ അവർക്ക് കൊടുക്കാനും അത് കഴിഞ്ഞ ഏപ്രിൽ 1 തീയതി മുതൽ ഏതാണ്ട് 10 മാസം 11 മാസത്തെ കുടിശ്ശിക സഹിതം അവർക്ക് കൊടുക്കാനായിട്ട് ഇന്ന് തീരുമാനിച്ചു.